ആരുമില്ലേ? രാവിലെ വരാൻ പറഞ്ഞില്ലേ? ഇതാ ഞാൻ വന്നിട്ടുണ്ടോ. ഓ, ഒരുപക്ഷെ ഉറങ്ങായിരിക്കോ. ശരി, ഞാൻ പുറപ്പെടാം, പിന്നെ വരാട്ടോ. വന്നോ? നിങ്ങൾ ഉറങ്ങാണെന്നാ ഞാൻ വിചാരിച്ചേ. ഞാൻ ഉറങ്ങാറേയില്ല കട്ടപ്പ. ഉറങ്ങില്ലെന്നോ? ഉറങ്ങിയില്ലെങ്കിൽ ശരീരത്തിന് നല്ലതല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. നല്ലൊരു ഡോക്ടറെ കാണണേ, അല്ലെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണോ? ഓ എന്റെ അമ്മോ, ഇത് സഹിക്കാൻ പറ്റുന്നില്ല. ദയവ് ചെയ്ത് ചിരിക്കല്ലേ, ചിരി ഒന്ന് നിർത്തൂ. നിങ്ങളുടെ വീട്ടിലെത്തിയ അതിഥികൾക്കൊക്കെ സുഖം തന്നെയല്ലേ? അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർക്ക് പാചകം ചെയ്യാന് 2 പെണ്ണുങ്ങളെ കിട്ടി. അത് ഞാൻ ചെയ്ത ഭാഗ്യ. അവരെവിടുന്നാ വന്നത് കട്ടപ്പ? അവരിതാ ഇവിടെ അടുത്തെവിടുന്നാ വരുന്നെന്ന് പറഞ്ഞു. വന്ന് 3 വർഷമായത്രേ. അവരെ ഭർത്താവ് മിലിറ്ററിയിൽ വലിയ പാചകക്കാരനാണത്രേ. പാചകമൊക്കെ നന്നായി ചെയ്യുന്നുണ്ട്. പാചക കുടുംബം അല്ലേ? നല്ല കാര്യം. അതൊക്കെ ഇരിക്കട്ടെ. നിങ്ങൾക്ക് ഭക്ഷണം വേണമെങ്കിൽ പറയൂ. നിങ്ങൾ എത്ര പേരുണ്ട്? നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാ വീട്ടിൽ പാചകം ചെയ്ത് കൊണ്ടുവന്ന് തരാൻ പറയാം. അവിടെ അതേ ചെയ്യുന്നേ. പിന്നെ നിങ്ങൾ വെജ് ആണോ നോൺ വെജ് ആണോ? അതൊക്കെ വിട്. എനിക്ക് ആദിത്യയും അവന്റെ കൂടെ വന്ന എല്ലാവരെയും കാണുന്നുണ്ട്. ആദിത്യോ? അവിടെ ആദിത്യന്ന് ആരും ഇല്ല. സൂര്യാന്ന് ഒരുത്തനുണ്ട്, അവനാ ഹെഡ്. 2 പേര് ഒരാളെന്നെയാ. അവരെങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവാ. ഇങ്ങോട്ടോ? ഇങ്ങോട്ട് എങ്ങനെ 2 പേരെയും വിളിച്ചോണ്ടിരാൻ പറ്റും? ഇത് നടക്കുന്ന കാര്യമല്ലല്ലോ. ശരി, വേണ്ട, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് തലയൊക്കെ പെരുക്കുന്നു. ഞാൻ ഇവിടുന്ന് പോട്ടെ, നമുക്ക് പിന്നെ കാണാം. നിക്ക്, നിങ്ങൾക്കൊരു കാര്യം തരാനുണ്ട്. എന്താ അത്? അത് വെച്ചോ, നിങ്ങൾക്കുള്ളതാ. ഇത് കൊണ്ടുപോയി വിറ്റോ. ഇത് ശരിക്കുള്ള സ്വർണ്ണാണോ അതോ പിത്തളയോ? സ്വർണ്ണം തന്നെയാ. ആ പൂന്റെ മണം. പക്ഷെ ഇവിടെ അതിന്റെ ചെടിയൊന്നും കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് അനു. എന്തേ നിന്റെ അമ്മ ഇന്ന് വന്നില്ലേ? നിങ്ങൾ താമസിക്കുന്ന വീട്ടിലെ അമ്മ ഭക്ഷണം എടുത്തോണ്ട് പോയി. ഞാൻ ഇത് പറിക്കാൻ വേണ്ടി വന്നതാ. ഈ പൂന്റെ മണം എന്നെ മയക്കെടുക്കുന്ന പോലുണ്ട്. എനിക്കിത് ഒത്തിരി ഇഷ്ടം. ഈ പൂ പ്രേതത്തിന് ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. എന്നാ ഞാൻ പ്രേതാണെന്നും കൂടെ കൂട്ടിക്കോ. സൂര്യ, I don't mind. No, Surya. എന്തു പറ്റി ജ്യോതി? ഞാൻ അവിടെ എന്തോ കണ്ടു സൂര്യ. അനന്തന്റെ കൂടെ ഞാനും ഇങ്ങനെയായി. ശരി, വാ പോവാം. ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നത് അത്ര ശരിയല്ല കേട്ടോ. അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇവിടെ ഒരുപാട് ആത്മാക്കളുണ്ടെന്ന്. ആത്മാവോ? ആത്മാവല്ല എങ്ങനെയാ? മനുഷ്യരുടെ ആത്മാവ് ഇവിടെ വെച്ച് മരിച്ചു പോയവരുടെ ഇതാ.
അമ്മയിടക്ക് പറയുന്ന കേൾക്കാം ഇവിടെ കുറെ ആത്മാക്കള് കറങ്ങി നടപ്പുണ്ടെന്ന്. അതില് ചിരിക്കാൻ എന്താ ഉള്ളത് കട്ടപ്പ? പാഴടഞ്ഞ വീട് കണ്ടിട്ടില്ലേ? മാഡം ക്ഷമിക്കണം, ഞാൻ എന്റെ അനുഭവം ഓർത്ത് ചിരിച്ചു പോയതാ. രാജ എന്നോട് നിങ്ങൾ എല്ലാരെയും വിളിച്ചോണ്ട് പോയിട്ട് ഈ വീടാ കാണിക്കാൻ പറഞ്ഞ. ഞാനിവിടെ വന്നപ്പോ അതേ വീട് തന്നെയാണ് നിങ്ങളും കാണിക്കാൻ പറയുന്നത്. ഈ ഫോട്ടോയിലുള്ള വീട് എവിടെയാ ഉള്ളതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ അടുത്ത് തന്നെയാ. ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും, അത്ര തന്നെ. ഇതാ നിങ്ങളുടെ ഫോണ്. ആ എന്താ ഇത്? ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാ എന്റെ യജമാന്റെ അമ്മ മരിച്ചുപോയി. അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു, അതാ ലേറ്റായ. അപ്പൊ ഇന്നൊരാൾ മരിച്ച ഇന്ന് തന്നെ ചരമവാർഷികം നടത്തുവോ? ഇവനെ കൊണ്ട് അവര് മരിച്ചിട്ട് 3 വർഷമായി. അത് നിങ്ങൾക്ക് തമാശയാണോ ഏട്ടാ? അയ്യോ, ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല സഹോദരാ. രാജ നിങ്ങൾ എല്ലാരെയും ആ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കുറച്ച് ചെലവാകും പുള്ളി തരാനും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഫ്രീ ആയതുകൊണ്ട് നിങ്ങൾ എല്ലാരെയും അങ്ങോട്ട് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അതിനാ ചിരിച്ചേ. ഇതെനിക്ക് തമാശയായി തോന്നുന്നില്ല കേട്ടോ. ആനന്ദ്, ഇവനും കൂടെ ഇടയ്ക്ക് കയറി. നമുക്ക് ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാം. 10 മിനിറ്റിൽ ഇറങ്ങണം. ഒരു മിനിറ്റ്, ഞാൻ ഈ കാര്യം പറയണോ വേണ്ടയോന്ന് അറിയില്ല. ആ വീട് ശരിയല്ല. ഇവിടെയുള്ളവരാരും അങ്ങോട്ടേക്ക് പോകാറേയില്ല. നിങ്ങളൊന്നും മിണ്ടാതിരിക്കൂ. ആ വീട്ടിൽ എന്താ പ്രശ്നം? ഞാൻ ദിവസം ആ വഴിക്കാ പോയും വന്നു ഇരിക്കുന്നേ. ഒരു പ്രശ്നവും ഇല്ല. ദേ നോക്ക്, പാചകം ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താ മതി, അത്ര തന്നെ. അവിടെ ശരിയല്ല എന്നൊക്കെ പറയുന്നേ. ആഹാ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനത്തെ വീട് എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എനിവേസ്, കാര്യങ്ങൾ പറഞ്ഞതിന് ഒരുപാട് നന്ദി. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗോ. കം ഓൺ, ഡ്രസ് ചേഞ്ച് ചെയ്യുന്നില്ലേ? ഇല്ല സൂര്യ, നിങ്ങൾ പൊക്കോ. എനിക്ക് രാവിലെ തൊട്ട് തലവേദന എടുക്കുന്നു. ഒറ്റയ്ക്ക് നിൽക്കുമോ നീ ഇവിടെ? ഞാൻ തനിച്ചോ? ഇവരുണ്ടാവില്ലേ? എന്താ ഉണ്ടാവില്ലേ? ഇതുവരെ ഈ വീട്ടിനകത്തേക്ക് ഞാനും കയറിയിട്ടില്ല. വരൂ 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 വരൂ. ഡാ, അകത്ത് വാടാ. ഞാൻ വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിലും അകത്ത് പോയിക്കോ. എനിക്ക് ഈ സ്ഥലം സെറ്റ് ആവുന്നില്ല കേട്ടോ. അനന്തു, എനിക്ക് ചെറിയ ഹെൽപ്പ് ചെയ്യോ? എന്റെ വൈറ്റ്ലെസ് മറന്നുപോയി, റൂമിലുണ്ട്. ഒന്ന് എടുത്തിട്ട് വരുമോ പ്ലീസ്? ഷുവർ ജ്യോതി, ഞാൻ ഇപ്പൊ തന്നെ പോയി കൊണ്ടുവരാം. നീ അകത്ത് പോയിരിക്കേ. തനിച്ച് എങ്ങോട്ടേക്കും പോരുത് കേട്ടോ.